ഹായ് എവരിവൺ, വെൽക്കം ടു ഫിലിം ഫാൻസ് മീഡിയ. മദ്രാസി SK ശിവകാർത്തികേയൻ നായകനാകുന്ന SK AR മുരുകദോസാണ്. AR മുരുകദോസിന് ഈ പടം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പടമാണ്. കാരണം തുടർച്ചയായിട്ടുള്ള ഫ്ലോപ്പുകൾക്ക് ശേഷം അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഒരു പടമാണ് മദ്രാസി. വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഈ പടത്തിൽ. നമുക്ക് നോക്കാം ട്രെയിലർ എങ്ങനെയാണെന്ന്. നേരത്തെ ഒരു സോങ്സ് ഇറങ്ങിയിരുന്നു, പിന്നെ കുറച്ച് ടീസേഴ്സ് ഒക്കെ ഇറങ്ങിയിരുന്നു. ഓക്കെ, നമുക്ക് ട്രെയിലർ കിടക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് പുള്ളിയുടെ ആ ഒരു തുപ്പാക്കി ലെവൽ ഇപ്പോഴും, ആ ഫയർ ഇപ്പോഴും ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നരേഷനാണ്, ശ്രീലക്ഷ്മി മൂവീസ്. இதுதான் எல்லா ரிலிஜனும் எல்லா கடவுளும் சொல்றாங்க. SK ഈ നടി മറ്റേ നമ്മളെ രക്ഷിച്ചിട്ട് റൊമാൻറ്റിക് ആണ്, റൊമാൻറ്റിക് പോർഷൻസ് ആണ്. தமிழ்நாட்டுக்கு 6 கார்கோ ட்ரக்ஸ் ஃபுல்லா லோக்கல் மீடி லீகல் கன்ஸ் வந்துட்டு இருக்கு. இது மேன் ദോസ്തില് அவன் உடம்புக்கு ஒன்றும் இல்லைம்மா, மூளை தான். அவன் ஒன்று நினச்சிட்டான்னா அதை முடிக்கிறதுக்கு எந்த எக்ஸ்ட்ரீமுக்கு வேணாலும் போவான். എത്തിയിട്ടുണ്ട്. Getting into Tamil Nadu is not easy, Chirag. அந்த மாலத்திய துண்டு துண்டா வெட்டி செதைச்சிருவேன். എണ്ണമ്പുണ്ടല്ലോ. முடிஞ்சா தொடரா. துப்பாக்கி அவன் கையில இருந்தாலும் வில்லன் நான். இது என் ஊரு சார், நானும் கூட நிப்பேன். പൊളി. ഇപ്പോൾ ഓണത്തിന് തമിഴ്നാട്ടിൽ നിന്നും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. മദ്രാസി ട്രില്ലർ നല്ല കിഡിലിനായിട്ട് ഒരു ആക്ഷൻ പാക്ഡ് സംഭവം തന്നെയാണ്. ഫസ്റ്റ് റൊമാൻറ്റിക്കിൽ തുടങ്ങി നല്ലൊരു പവർ പാക്ഡ് ഐറ്റം തന്നെയാണ് വരുന്നത്. SKയുടെ ഒരു കിഡിലൻ ആക്ഷൻ പരിപാടികൾ കാണാൻ സാധിക്കുമെന്ന് തോന്നും. അമരനിൽ എന്താ പറയുക, SK ഒരു ആക്ഷനിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ടായിരുന്നു മുന്നേ ഡോക്ടറിലൊക്കെ പോലെ തന്നെ. പിന്നെ കൂടുതൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പുള്ളി സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോമഡി ഡ്രാമകളൊക്കെ വിട്ട് പുള്ളി ആക്ഷൻ ഡ്രാമയിലേക്ക്, ആക്ഷൻ ത്രില്ലേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AR മുരുകദോസിന് ഗംഭീര ഒരു കംബാക്ക് ആയിരിക്കട്ടെ എന്ന് തോന്നുന്നു. കാരണം ട്രെയിലർ പ്രോമിസിങ് ആണ്. ഈ ഒരു ഫയർ പടം മൊത്തം നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് എന്താ പറയുക, കൂടുതൽ ഇമോഷൻസ് കാര്യങ്ങളിലേക്ക് പോവാതെ പ്രേക്ഷകന് കൂടുതൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരിപാടികൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എൻ്റെ തുപ്പാക്കി ആ ഒരു മേക്കിംഗ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ പടം കൊളുത്തു എന്നുള്ള ഉറപ്പാണ്. കാരണം SKയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫാൻ ബേസ് ഇപ്പോൾ ഉണ്ട്. പിന്നെ ട്രെയിലറിലെ ഡയലോഗ് കേട്ടില്ലേ, തുപ്പാക്കി ഇവൻ കയറുന്നാലും വില്ലൻ എന്താണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു തുപ്പാക്കി കൊടുത്ത് വിജയ് ദളപതി പോയ ഒരു ഇൻസിഡൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡയലോഗാണ്. അപ്പോൾ എന്തായാലും ട്രെയിലർ എനിക്ക് ഒരു പ്രോമിസിംഗ് ആയിട്ട് തോന്നി. ഗംഭീരമാവട്ടെ, നമുക്കൊരു കിഡിലൻ ട്രീറ്റ് തന്നെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെപ്റ്റംബർ 5 മദ്രാസി മറക്കണ്ട, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തോളൂ. മദ്രാസി.